ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നൂലേ? അപ്പം അങ്ങനെ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ്. ആദ്യം തന്നെ 50 ഗ്രാം ബട്ടറിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് ഒന്ന് ചൂടാക്കി മെൽറ്റാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബോളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പഞ്ചസാരയുടെ പൊടിയും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണേ. ഇനി 1 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് അരിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് പാലും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതുണ്ടല്ലോ, അതും ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 30-35 മിനിറ്റ് ഒക്കെ ഒന്ന് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓവനില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബോർഡ് കണ്ടല്ലോ, വുഡിൻ്റെ കട്ടിംഗ് ബോർഡായിട്ടും സെർവിംഗ് ബോർഡായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല വൈറ്റ് കളറിലുള്ള കേക്കാണ്. ചായയുടെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.